ഹലോ ഡിയേഴ്സ്, 7 മാർക്കിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഉപന്യാസമാണെങ്കിലും മുഖപ്രസംഗമാണെങ്കിലും. ഇതിന് 7 മാർക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് മിസ് ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ വീഡിയോസ് എടുത്തു നോക്കിയിട്ട് അതിൽ നിന്നും പഠിക്കണം, കൃത്യമായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഉപന്യാസമാണെങ്കിലും മുഖപ്രസംഗമാണെങ്കിലും, മുഖപ്രസംഗം നിങ്ങൾ ആലോചിക്കുക, അല്ലെ, നമ്മൾ മുഖം കാണുന്നത് പേപ്പറിലാണ്, അത് പത്രത്തിൽ വരുന്ന വാർത്തയാണ് എന്ന് ആലോചിക്കുക. അതാണ് മുഖപ്രസംഗം, അല്ലെ, പത്രത്തിൽ വരുന്ന ഒരു വാർത്തയാണ്. ഉപന്യാസമാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ സാഹിത്യ ഭാഷ ഉപയോഗിക്കാം. എന്നാൽ മുഖപ്രസംഗത്തിലോ നമ്മൾ വാർത്തയുടെ രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു മാധ്യമ ഭാഷയിലായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിലെ വിഷയം. ഇനിയോ രണ്ടിനും, ഉപന്യാസമാണെങ്കിലും മുഖപ്രസംഗമാണെങ്കിലും തലക്കെട്ട് നിർബന്ധമാണ്. തലക്കെട്ട് എന്ന് വെച്ചാൽ ആ വിഷയവുമായി ബന്ധപ്പെടുന്ന വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് തലക്കെട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, കർഷകരുടെ വേദനയാണെങ്കിൽ എന്താണ്, കർഷകന്റെ നോവ്, അങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളില്ലേ, അത്തരത്തിലുള്ള തലക്കെട്ടുകളായിരിക്കണം നിങ്ങൾ തലക്കെട്ടായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ആമുഖം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വിഷയമാണോ നൽകുന്നത്, ഇപ്പം ഈ പരിസ്ഥിതി നാശത്തെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, ഭാഷയെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, അപ്പൊ എന്താണോ നമുക്ക് നൽകുന്ന വിഷയം അതിനെ കുറിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രൊഡക്ഷൻ നൽകാൻ വേണ്ടിയിട്ട്, ആമുഖം നൽകാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. പിന്നെയോ ആ വിഷയത്തെ വിശദീകരിക്കലാണ്, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, എന്താ പറയുന്നത്, ഇന്ന വർഷങ്ങളിൽ ഇത് അധികമായിട്ടുണ്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇന്നൊരു വിഷയത്തിൽ മറ്റ് ആളുകൾ പറഞ്ഞിട്ടുള്ള കോട്ടിങ്സ്, അതുപോലെ തന്നെ ഇന്ന് ഏതൊക്കെ രീതിയിലാണ് പരിസ്ഥിതി മലിനപ്പെടുന്നത്, കർഷകരുടെ ആത്മഹത്യ, കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. അങ്ങനെ വിശദീകരണമാണ് ഒരു സെക്കൻഡ് പാരഗ്രാഫ് മുതൽ നടക്കുന്നത്. ഒരു തേർഡ് പാരഗ്രാഫിലൊക്കെ വിശദീകരണമാണ്. ഏറ്റവും അവസാനം ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ട നടപടിയെ കുറിച്ചാണ്, സമൂഹത്തിൽ ഈ ഒരു വിഷയം എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെ, ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വരുന്നുണ്ടോ, അത് നമ്മൾ പരിഹരിക്കണോ, അതിന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതായിരിക്കണം ഉപസംഹാരത്തിൽ പറയേണ്ടത്. അപ്പം മുഖപ്രസംഗം, ഉപന്യാസം ഈ രീതിക്കാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് എന്തായാലും നോക്കുക. നിങ്ങൾ കോണ്ടന്റ് വീഡിയോ നോക്കിയിട്ട് എന്ത് ചെയ്യണം, എസ്സേ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.